ഹലോ എവരി വൺ. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് കോപ്പറേഷൻ ഇൻ ജർമ്മനിയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ്. നമുക്കിനി പറയാനുള്ളത് കോപ്പറേഷൻ ഇൻ ജർമ്മനിയെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ഇംഗ്ലണ്ടിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഇംഗ്ലണ്ട് നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യുന്നത്, ഇംഗ്ലണ്ട് ഈസ് കൺസിഡേഴ്സ് ടു ബി ദി ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് അല്ലേ. കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവിൻ്റെ ബർത്ത് പ്ലേസ് ആയിട്ടാണ് നമ്മൾ എന്തിനെ കൺസിഡർ ചെയ്യുന്നത്, ഇംഗ്ലണ്ടിനെ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ ജർമ്മനി നമ്മൾ എന്തായിട്ടാണ്, ജർമ്മനി ക്യാൻ ക്ലെയിം ടു ബി ദി ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ടു ദി വേൾഡ്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് വേൾഡിൻ്റെ തൊട്ടിൽ മീൻസ് നമ്മൾ എന്താ പറയുക, തൊട്ടിൽ എന്നൊക്കെ പറയുമല്ലോ. മീൻസ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തുള്ളത് ജർമ്മനിയിലായിരുന്നു. അപ്പോൾ അതിനെ ക്രൈഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ടു ദി വേൾഡ് എന്നാണ് ജർമ്മനീനെ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. അപ്പം ഇംഗ്ലണ്ടിനും കൺസ്യൂമർ കോപ്പറേറ്റീവിൻ്റെ കേസിൽ ഒരു പങ്കുണ്ട്, അതേപോലെ ജർമ്മനിക്കുണ്ട്. ദെയർഫോർ ബോത്ത് ഇംഗ്ലണ്ട് ആൻഡ് ജർമ്മനി ആർ പിൽഗ്രിം സെൻറ്റേഴ്സ് ഫോർ ദി കോപ്പറേറ്റീവ് ഓൾ ഓവർ ദി വേൾഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് തൊട്ടിലാണെങ്കിൽ മറ്റൊന്ന് ബർത്ത് പ്ലേസ് ആണ്. അതുകൊണ്ട് രണ്ടും കോപ്പറേഷൻ്റെ കേസിൽ ഒരു പിൽഗ്രിം സെൻറ്റർ ആയിട്ടാണ് അറിയപ്പെടുന്നത് ഓൾ ഓവർ ദി വേൾഡ്. നമ്മുടെ ലോകത്തിൽ മുഴുവനായിട്ടും ജർമ്മനിനെയും ഇംഗ്ലണ്ടിനെയും കോപ്പറേറ്റീവിൻ്റെ പിൽഗ്രിം സെൻറ്റേഴ്സ് എന്നറിയാം അല്ലേ, തീർത്ഥാടക കേന്ദ്രം അല്ലേ. നമ്മൾ മുസ്ലിം മത വിഭാഗത്തിൽ പെടുന്ന ആളുകൾ മക്ക മദീന അല്ലേ, അത് നമുക്ക് ഒരു പിൽഗ്രിം സെൻറ്ററാണ് അല്ലേ. അതുപോലെയുള്ളൊരു പിൽഗ്രിം സെൻറ്ററായിട്ടാണ് ജർമ്മനിയും ഇംഗ്ലണ്ടും നിൽക്കുന്നത്. ഏതിൻ്റെ കേസിൽ, കോപ്പറേഷൻ്റെ കേസിൽ അല്ലേ. അപ്പം ദ സ്റ്റഡി ഓഫ് കോപ്പറേഷൻ ഇൻ ജർമ്മനി ഈസ് ഡബിളി ഇമ്പോർട്ടൻറ്റ് ടു ഇന്ത്യ ബിക്കോസ് അതായത് നമ്മുടെ ജർമ്മനിയിലെ കോപ്പറേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് നമ്മുടെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ജർമ്മനിയിലെ ചില കാര്യങ്ങൾ നമ്മൾ എവിടേക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പി ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം ജർമ്മനിയിലെ കോപ്പറേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാരായ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലുള്ള ആളുകൾക്ക് മീൻസ് ഇന്ത്യയിലെ കൺസ്യൂമർ കോപ്പറേറ്റീവിൻ്റെ മേഖലയിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ സർ ഫ്രെഡറിക് നിക്കൽസിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ആണ് ജർമ്മനിയിലൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് കൺസ്യൂമർ കോപ്പറേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് മേഖലയിലെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം യൂറോപ്പിൽ നിന്ന് ഫ്രെഡറിക് നിക്കൽസൺ വാസ് ഡെപ്യൂട്ടഡ് ടു യൂറോപ്പ് ടു. അദ്ദേഹം യൂറോപ്പിലേക്ക് എന്ത് ചെയ്തു, പഠനത്തിന് വേണ്ടി പോയി. എന്ത് പഠിക്കാൻ, വർക്കിംഗ് ഓഫ് വേരിയസ് കോപ്പറേറ്റീവ്സ് വേരിയസ് കോപ്പറേറ്റീവ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം യൂറോപ്പിലോട്ട് എന്ത് ചെയ്തു, പോയി. ഓക്കെ, അങ്ങനെ അദ്ദേഹമാണ് റെക്കമെൻഡ് ചെയ്തത് ദ റൈഫീസൺ ടൈപ്പ് സൊസൈറ്റീസ് ജർമ്മനി ടു അസ് അല്ലേ. റൈഫീസൺ മോഡൽ സൊസൈറ്റി ആണ് വേണ്ടത് എന്നുള്ളത് പറഞ്ഞു. ഹി കൺസിഡേർഡ് ദിസ് ടൈപ്പ് ഓഫ് ടു ബി ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടു അവർ കണ്ടീഷൻ. അദ്ദേഹം പറഞ്ഞു ആ റൈഫീസൺ മോഡലാണ് ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ ഏറ്റവും സ്യൂട്ടായിട്ട് നിലനിൽക്കുന്നത് അദ്ദേഹം പറഞ്ഞു. ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഈസ് ഗ്രേറ്റ്ലി ഇൻഡപ്റ്റഡ് ടു ജർമ്മൻ കോപ്പറേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കോപ്പറേഷൻ വളരെയധികം ജർമ്മനിയുമായിട്ട് വളരെയധികം എന്താണ്, കണക്റ്റഡ് ആണ്. കാരണം ആ കോപ്പി ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ കോപ്പറേഷനുമായി വളരെയധികം കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ആ ഇപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് മിഡിൽ ഓഫ് ദി 18th സെഞ്ച്വറി അല്ലേ, 18ാം നൂറ്റാണ്ടിൻ്റെ മിഡിലാണ് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ അഗ്രികൾച്ചറിസ്റ്റ്, ആർട്ടിസൻസ്, അതുപോലെ സ്മോൾ ട്രേഡേഴ്സ്, ഇവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മിസറബിളായിരുന്നു അല്ലേ. അതായത് അവർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, അവരെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മണി ലെൻഡേഴ്സിനായിരുന്നു. മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് വളരെ ക്രൂഷ്യലായിട്ട് അല്ലെങ്കിൽ വളരെ ഒരു എക്സോബിറ്റൻറ്റ് റേറ്റ് പണത്തിൻ്റെ വായ്പയുടെ മുകളിൽ ചുമത്തിയിട്ട് പാവപ്പെട്ട ഈ അഗ്രികൾച്ചറിസ്റ്റ്, അതുപോലെ ആർട്ടിസൻസ്, സ്മോൾ ട്രേഡേഴ്സ് ഇവരൊക്കെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ആർക്കുണ്ടായിരുന്നുള്ളൂ, അന്നത്തെ മണി ലെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവർ എന്ത് ചെയ്യുക, ഈ പാവപ്പെട്ട ആളുകൾ എന്ന ആ ഒരു മുദ്ര കുത്തിയിട്ട് ഇവരെന്ത് ചെയ്യുക, അടിച്ചമർത്താം മീൻസ് ഇവരെ ഹൈ റേറ്റ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക. അപ്പോൾ അവരെ കൊണ്ട് അത് പണം വാങ്ങി കഴിഞ്ഞപ്പോൾ 10,000 ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഇരട്ടി പലിശ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ അവർ വാങ്ങാനായിട്ട് നിർബന്ധിതരാകും. കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരുമ്പോൾ അവരെന്ത് ചെയ്യും, ചിലപ്പോൾ അവരായിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. അങ്ങനെ ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, വളരെ നൊട്ടോറിയസ് ആയിട്ട് അല്ലേ, വളരെ മോശമായിട്ട്, വളരെ എക്സോബിറ്റൻറ്റ് റേറ്റ് ചുമത്തിയിട്ടും അതുപോലെ ഭയങ്കര ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിട്ടൊക്കെ ഇവർ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഈ പാവപ്പെട്ട ആളുകൾ. അപ്പോൾ അന്നത്തെ ആ കാലയളവിൽ അവിടുത്തെ പാവപ്പെട്ട ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയ അവസ്ഥയായിരുന്നു അന്നത്തെ.
പീപ്പിൾ വർ കംപ്ലീറ്റ്ലി ഫെഡപ്പ് വിത്ത് ദിസ് മീൻസ് ഇവരെന്ത് മുഴുവനായിട്ട് ആളുകൾ മടുത്തു ഈ മണി ലെൻഡേഴ്സ് അല്ലെങ്കിൽ അവരായിട്ടുള്ള ഇടപാട് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ഇടപഴകൽ പൂർണ്ണമായിട്ട് അവരെന്ത് ചെയ്തു മടുത്തു. ദെൻ അതുപോലെ ആ സമയത്ത് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ഈ മണി ലെൻഡേഴ്സിൻ്റെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഇവർ വിധേയരായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ആ കാലയളവിൽ പാവപ്പെട്ട ആളുകൾക്ക് നേരെ ഉണ്ടായിരുന്ന ഓരോ അക്രമങ്ങളായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് മിസ്റ്റർ ഷൂൾസ്, ഡെലീഷ് ആൻഡ് മിസ്റ്റർ FW റൈഫീസൺ it was in such condition that the gentlemen appeared on the scene with their own organizations. ആ സമയത്ത് രണ്ടാളുകൾ അവരുടെ ചിന്തകളും അവരുടെ കാഴ്ചപ്പാടുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഓർഗനൈസേഷനായിട്ട് വന്നു. ആ വ്യക്തികളാണ് മിസ്റ്റർ ഷൂൾസ്, ഡെലീഷ് ആൻഡ് മിസ്റ്റർ FW റൈഫൈസൺ. They are called the pioneers of the cooperative credit societies in Germany. ജർമ്മനിയിലെ പൈനിയേഴ്സ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീൻ്റെ പൈനിയേഴ്സ് എന്നറിയപ്പെടുന്ന രണ്ട് മഹാന്മാരാണ് ആര്? മിസ്റ്റർ ഷൂൾസ്, ഡെലീഷ് ആൻഡ് മിസ്റ്റർ FW റൈഫൈസൺ. ഓക്കെ, അപ്പോൾ അന്നത്തെ ആളുകൾ വളരെയധികം ഈ നൊട്ടോറിയസ് ആയിട്ടുള്ള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന മണി ലെൻഡേഴ്സ് പിന്നെ അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ട് അല്ല, ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ മടുത്തു ഈ മണി ലെൻഡേഴ്സുമായിട്ടുള്ള ചങ്ങാത്തം, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം ഒരു ചിലപ്പം നിർബന്ധ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാലും അവരുമായിട്ടുള്ള ഒരു ബന്ധം ഇവർക്ക് മടുത്തു. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ ആ പാവപ്പെട്ട ആളുകൾ ആർട്ടിസൻസിനെയും അഗ്രികൾച്ചറിസ്റ്റിനെയും സ്മോൾ ട്രേഡേഴ്സിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രണ്ടാളുകൾ അവരുടെ കോൺട്രിബ്യൂഷൻ ഇട്ടുകൊണ്ട് അവരുടെ ഐഡിയ വെച്ചുകൊണ്ടൊരു സ്ഥാപനം തുടങ്ങി. ആ രണ്ട് വ്യക്തികളാണ് അതിന് മുന്നോട്ട് വന്ന വ്യക്തികളാണ് മിസ്റ്റർ ഷൂൾസ്, ഡെലീഷ് ആൻഡ് മിസ്റ്റർ FW റൈഫൈസൺ. അങ്ങനെ അവരെന്ത് ചെയ്തു? അവരെയാണ് പിന്നീട് നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്തത് ജർമ്മനിയിലെ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ പൈനിയേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോപ്പറേഷൻ ഇൻ ജർമ്മനിയെ കുറിച്ച് നമുക്ക് സിമ്പിളായിട്ട് ബേസിക്കായിട്ട് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. ഓക്കെ, താങ്ക് യു.